Director of Vianney Printings, Father Justin has been instrumental in blending faith with entrepreneurship, steering the organization towards immense growth and innovation while upholding its core values. Father Justin's dedication extends beyond business. As the former Chancellor of the Ernakulam Angamali Archdiocese, he has touched the lives of many with his compassion and wisdom, guiding spiritual and community initiatives with a gentle yet firm hand. Warmly welcoming Reverend Father Justin to our gathering. ഏറ്റവും വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, ഷീജയുടെ ശുഭചിന്ത നൽകിയ വിസ്മയം എന്ന ബുക്കിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ചില അനുഭവങ്ങൾ മാത്രമാണ് പാഠമായി തീരുന്നത്. എല്ലാ പാഠങ്ങളും നമ്മൾ എഴുതുന്നില്ല. ചില പാഠങ്ങൾ മാത്രമേ പുസ്തകമാവുള്ളൂ. ഷീജയുടെ ജീവിതത്തിൻ്റെ ഒരു പാഠം ആയിരിക്കുകയാണ്. ഇത് കുറച്ചായിട്ടുള്ളൂ, ഇനി കുറേ എഴുതിയിട്ടുണ്ട്. അതിലെ ഇതിപ്പോൾ 46 ചാപ്റ്ററോ 61 ചാപ്റ്റർ. ഇത് ഷീജ ഒരു 150 മിനിമം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ഭാഗം മാത്രമായിട്ടുള്ളൂ. അത് ഇനിയും തുടരെ നമുക്ക് പുതിയ പുസ്തകങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അനിൽജിയോടൊരു വാക്ക്, എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം എത്രയും പെട്ടെന്ന് എഴുതണം, വിയാനിയിൽ തന്നെ പ്രിന്റ് ചെയ്യണം. ഈ ജീവിതത്തിൽ ചില പാഠങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ ആരെ പറഞ്ഞു, ഈ അസൂയ തോന്നുന്നു. ഈ ജയ്മോനും ഇങ്ങനെ ജയ്മോനാണെന്നത് ശരിക്കും ഹൈലൈറ്റ് ചെയ്തു. അവരെല്ലാവരും ജയ്മോനെ പറ്റിയാണ് പറഞ്ഞത്. ജയ്മോൻ ഇടയ്ക്ക് കേട്ടില്ല, ഫോൺ വിളിച്ചു പോയി. ഷീലചേച്ചിക്ക് മെയിനായിട്ട് ജയ്മോനെ പറ്റിയാണ് പറഞ്ഞത്. അത് എനിക്ക് തോന്നുന്നു ജയ്മോനായാലും അനീറ്റയായാലും കരോളായാലും അല്ലെങ്കിൽ അപ്പച്ചനോട് ഇരിപ്പുണ്ട്, അപ്പച്ചനായാലും ഒക്കെ ഇവരുടെ ഒരു ബ്ലൻഡ് ആ വീട്ടില് ഒരു സൗന്ദര്യമുണ്ട്. ഒരു പക്ഷേ ബിസിനസ്സിനേക്കാളും വലുതാണ് ഇവരുടെ കുടുംബം എന്ന് എനിക്ക് 100% ഉറപ്പിച്ചു പറയാൻ പറ്റും. അത് ഇവരുടെ മാത്രമായിരിക്കില്ല, ഒരു പക്ഷെ എല്ലാവരുടെയും കുടുംബമാണ് ബിസിനസ്സിനേക്കാളൊക്കെ വലുത്. അത് നിങ്ങൾ ഓൾറെഡി ബ്ലെസ്ഡ് ആണ്. ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയുള്ളൂ, ചിലത് നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ. എൻ്റെ ഒരു കൊച്ചു അനുഭവം, ഈ അമ്മമാരാണ് ശരിക്കും ഏറ്റവും വലിയ ജീവിതപാഠം പഠിപ്പിക്കുന്നവർ. അവർ പുസ്തകം എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും അവർ പഠിപ്പിച്ചത് നമ്മൾ മറക്കൂല. ചില കാര്യങ്ങൾ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ടാവും, പക്ഷെ ചില കാര്യങ്ങൾ മറക്കൂല. ഞാൻ ഇപ്പോൾ പുറത്ത് നല്ല വെയിലാണ്, ഇവിടെ AC യിലാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ ഈ വെയിലത്തിൽ എന്നോട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ കളിക്കും. കാരണം എനിക്ക് ക്രിക്കറ്റ് അത്രയും ഭ്രാന്താണ്. എനിക്ക് അത്ര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളി, ജൈവം ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ നാട്ടിൻപുറത്ത് മുക്കുന്നൂരാണ് വീട്. അവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് തന്നെ ഒരു പാടമുണ്ട്, അതിന് ചേർന്ന് കുറച്ച് തെങ്ങുണ്ട്. അപ്പം വെച്ചത് തെങ്ങാണ്. അപ്പോൾ ഞങ്ങൾ ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് ഈ തെങ്ങയിൽ കയറി കരിക്കിട്ട് കുടിക്കും. അതൊരു പ്രത്യേക സുഖമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അവധിക്കാലത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഈ പൊക്കം കുറഞ്ഞ തെങ്ങുകളുടെ കരിക്കൊക്കെ തീരും. അപ്പനറിയാം പിള്ളേരല്ലേ കുടിച്ചോട്ടെ എന്ന് കരുതി അപ്പം കണ്ണടക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഈ കരിക്കൊക്കെ തീർന്നെങ്കിൽ വലിയ തെങ്ങുമ്പോൾ കയറണം. ഒരെണ്ണം നീണ്ടു തോർന്ന് നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും പ്രോത്സാഹിപ്പിച്ചപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് ഇത്രയും വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ കയറി. നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കയറണം, എന്ത് മരത്തുമേ കയറുന്നു. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ കയറി ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കാലെടുത്ത് ഈ പട്ടയിലേക്ക് വെക്കാൻ പറ്റില്ല. താഴത്തേക്ക് നോക്കിയിട്ട് എനിക്ക് തല ഇറങ്ങണ പോലെ ഈ ആകാശത്തിനും ഭൂമിക്കും മധ്യം ഞാൻ നിൽക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് പെടുത്തില്ല. ഞാൻ എൻ്റെ താഴത്തേക്ക് വിളിച്ച് ജോയലെ, ഷാൻചേട്ട എന്നൊക്കെ പറഞ്ഞ് വിളിക്കേണ്ടത്. അപ്പോൾ ആരും കേൾക്കില്ല. അവരുടെ സംശയത്തിലൊക്കെ അവിടെ പോയി
സാധാരണ കരിക്ക് വന്നവരെങ്കിലും താഴെ നിൽക്കണതാണ്. ഇത് കരിക്ക് വന്നില്ല, അതിക്ക് വീട് മുങ്ങിയേക്കാണ്. അപ്പൊ ഞാൻ ഒരു അപകടം നടത്തും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോ അമ്മ വന്നുണ്ട് മോളിൽ നിന്ന്. എൻ്റെ അമ്മ വന്നേക്കാണ്. അമ്മ വന്നു കഴിയുമ്പോ പേടിച്ചിട്ട് പോയതാണ്. കാരണം ഇത്രയും വലിയ തെങ്ങുമ്പോ ഈ കൊച്ചിനെ കയറ്റി എന്ന് പറഞ്ഞാൽ അമ്മ കൊടുക്കൂല. ബാക്കിയുള്ളൊരു മുങ്ങി, ഞാനിങ്ങനെ മുകളിൽ പിടിച്ചിട്ട് മുങ്ങി കിടക്കാം. അമ്മ പൊതുവെ വളരെ സ്ലോയാണ്. ഇതാണെങ്കിൽ അമ്മ സ്ലോ മോഷനിലാണ് നടന്നു വന്നത്. നടന്നു വന്ന് അച്ചിഞ്ഞ പറക്കുകയാണ്. അതിങ്ങനെ ഓരോന്നായിട്ട് ഇത് പറിച്ച് തീരണമില്ല. ഞാൻ അവസാനം എൻ്റെ ഗതികളോട് ഞാൻ വിളിച്ചു, അമ്മ ചുറ്റും നോക്കണ്ട, ഇവിടുന്ന് ഇവിടെയും. വീണ്ടും ഞാൻ വിളിച്ചു, അമ്മ ഞാൻ ഇവിടെയുണ്ട്. അമ്മയ്ക്ക് മനസ്സിലാവില്ല അശ്വതിക്ക്. അമ്മ ഇത്രയും വലിയ തെങ്ങ് പ്രതീക്ഷിക്കില്ല. അവസാനം ഞാൻ പറഞ്ഞു, അമ്മ ഞാനൊരു തെങ്ങുമ്മയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കാണ്. അമ്മ കാരണം നിന്നെ ഈ തെങ്ങിന്റെ മുകളിൽ ഇതെങ്ങനെ എവിടെ എത്തിയത്? ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവരും ഉണ്ടായി, ഞാൻ മാത്രമല്ല. അല്ല എന്നാലും എനിക്ക് താഴത്തേക്ക് ഇറങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പേടിയാണ്, എനിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, എനിക്ക് വിറയ്ക്കാണ്. അപ്പൊ അമ്മ എനിക്ക് മോളിൽ പണി ചെയ്യും, കാല് മുകളിലേക്ക് വെച്ച് മുകളിൽ കയറി ഇരിക്കി. ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പൊ മുകളിലേക്ക് കയറാൻ പറ്റില്ല, താഴത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കണം. അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ നിസ്സഹായത. അല്ലെങ്കിൽ ചില നിസ്സഹായതകൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷെ അമ്മമാർക്ക് അത് പെട്ടെന്ന് പിടിയിട്ട് ചില നിസ്സഹായത. ആ നിസ്സഹായത അമ്മയ്ക്ക് മനസ്സിലായപ്പോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പേടിക്കണ്ട, അപ്പൊ അതൊക്കെ ആശ്വാസം, അടി കിട്ടില്ല. ഇങ്ങനത്തെ ചെയ്യേണ്ട മോനൊരു പണി ചെയ്യും, മോൻ മുകളിലേക്ക് നോക്ക്, താഴത്തേക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യരുത്. ഓക്കെ, താഴത്തേക്ക് നോക്കൂല, മുകളിലേക്ക് നോക്കാം. ഇത് പതുക്കെ ഊർന്നിറങ്ങിക്കോളാം, പതുക്കെ ഊർന്നിറങ്ങിക്കോളാം. സംഭവം അമ്മ പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമായിരുന്നു. ഒരു കുഴപ്പമുണ്ടായി, ഇച്ചിരി തുണിയൊക്കെ പോയെങ്കിലും ഞാൻ താഴെ എത്തി, ഒന്നും ഒളിഞ്ഞില്ല, ഞാൻ താഴെ എത്തി. പക്ഷെ പിന്നീട് എനിക്ക് പലവട്ടം ഈ കാര്യം ഓർമ്മ വരും. പ്രത്യേകിച്ച് ജീവിതത്തിൽ നിസ്സഹായതയിൽ നിൽക്കുമ്പോൾ, വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമ്പോൾ, ഈ ചെകുത്താനും കടലിനും മധ്യം നിൽക്കുമ്പോൾ, ആകാശത്തിനും ഭൂമിക്ക് മധ്യം നിൽക്കുമ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കണം. മുകളിലേക്ക് നോക്കിയാലേ കാര്യമുള്ളൂ ഒരു ഉറപ്പാണ്. ഇത് അമ്മ നൽകിയ ഒരു പാഠമാണ്. ഇങ്ങനത്തെ കുറെ പാഠങ്ങൾ, ജീവിതം നൽകുന്ന ചില പാഠങ്ങൾ ഷീജ മനോഹരമായിട്ട് വരച്ചു ചേർത്തുണ്ട്. എൻ്റെ അനുഭവം ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഷീജയുടെ അനുഭവം പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാശ് കൊടുത്ത് പുസ്തകം വാങ്ങി വായിക്കണം. അതല്ല, ഇയാൾക്ക് റസിലെ പൈസ തരാം. എന്ത് കാര്യവും വില കൊടുത്ത് വാങ്ങിയാലാണ് അതിന് വിലയുള്ളൂ. അതുകൊണ്ടാണ് ബൈബിളിലെ കുഞ്ഞു കാര്യങ്ങളെ പറഞ്ഞിട്ട് ഞാൻ നിർത്തണം. അബ്രഹാം മക്കളൊന്നുമില്ലാതെ, പഴയ നിയമത്തിലൊക്കെ പണ്ടത്തെ കാലത്ത് മക്കളില്ലാതെ വരുന്നത് വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ്. ഇന്നാണ് കുഞ്ഞുങ്ങളെ എറിഞ്ഞു. അപ്പൊ മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന അബ്രഹാത്തോട് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, യു വിൽ ബി എ ബ്ലെസ്സിംഗ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളോളം ഈ മരുഭൂമിയിലെ മണൽത്തിരിയോളം മക്കളുണ്ടാകുന്നതായി. ഷീജ, you will be a blessing. Thank you. Thank you so much, Father.